നമുക്ക് ഷെയർ മാർക്കറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരം വ്യക്തികളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഒരു ഇൻവെസ്റ്ററെയും മറ്റേതൊരു ട്രേഡറെയും ആകുന്നു. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഷെയറിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയും ലോങ് ടേമിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറായി കമ്പനിയിൽ ലഭിക്കുന്ന ഡിവിഡൻഡിലൂടെയും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുന്നു. ഈ ഇൻവെസ്റ്റർക്ക് സാധാരണഗതിയിൽ പ്രൈസ്, അതായത് നമ്മളുടെ ഷെയർ വിറ്റുണ്ടാകുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആവുക. ആ ഷെയർ എത്ര നാൾ കൈവശം വെച്ചു എന്നതിനനുസരിച്ച് ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ടാക്സ് റേറ്റും വ്യത്യാസമുള്ളതാകുന്നു. അതേസമയം ഒരു ട്രേഡർ ആണ് എങ്കിൽ ആ ട്രേഡർ മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റുകളുടെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ട്രേഡർ ഒരിക്കലും ഒരുപാട് നാൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു ട്രേഡർക്ക് ഉണ്ടാകുന്ന ലാഭത്തിന് ബിസിനസ് ഇൻകം എന്നാണ് പറയപ്പെടുന്നത്. ആ ബിസിനസ് ഇൻകത്തിനെ തന്നെ രണ്ടായിട്ടാണ് ഇൻകം ടാക്സ് തിരിക്കുന്നത്. ഒന്ന് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടും മറ്റേത് നോർമൽ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടുമാണ് തിരിക്കുന്നത്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഏതാണ്, നോർമൽ ബിസിനസ് ഏതാണ് എന്ന് തരംതിരിക്കുന്നത് നമ്മൾ വാങ്ങിയ, അതായത് ഒരു ട്രേഡർ വാങ്ങിയ ഷെയർ അല്ലെങ്കിൽ FNO പോലെയുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ ഡെലിവറി നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്. നമ്മൾ ഡെലിവറി എടുക്കാത്ത ട്രേഡുകളെ പൊതുഗതിയിൽ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്നാണ് വിളിക്കുന്നത്. അതേസമയം ഡെലിവറി എടുക്കുന്ന ട്രേഡുകളെ നമ്മൾ നോർമൽ ബിസിനസ് എന്നുമാണ് വിളിക്കുന്നത്. നമ്മൾ ട്രേഡേഴ്സിനെ കാറ്റഗറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ട്രേഡേഴ്സിനെ നാലായി കാറ്റഗറൈസ് ചെയ്യാം. ഒന്നാമത്തത് ഒരു സ്കാൽപ്പർ ആകുന്നു. സ്കാൽപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയറോ ഇൻസ്ട്രുമെന്റോ വാങ്ങി മിനിറ്റുകൾക്കകം തന്നെ ആ ഷെയറോ ഇൻസ്ട്രുമെന്റ് ട്രേഡിനെ അവസാനിപ്പിച്ച് പ്രോഫിറ്റ് നേടുന്ന ആളെയാണ് നമ്മൾ സ്കാൽപ്പർ എന്ന് പറയുക. രണ്ടാമത്തത് ഡേ ട്രേഡർ ആകുന്നു. ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എൻ്റർ ചെയ്യുന്ന പൊസിഷനെ അതേ ദിവസം തന്നെ കട്ട് ചെയ്ത് ലോസോ പ്രോഫിറ്റോ ബുക്ക് ചെയ്യുന്നതാണ്. മൂന്നാമത്തേത് ഒരു സ്വിംഗ് ട്രേഡർ ആണ്. സ്വിംഗ് ട്രേഡർ ഡെലിവറി എടുത്തുകൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ഈ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ദിവസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ ആയിരിക്കും അതിൻ്റെ ഒരു ട്രേഡിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. നാലാമത്തത് പൊസിഷണൽ ട്രേഡർ ആണ്. പൊസിഷണൽ ട്രേഡർ സ്വിംഗ് ട്രേഡറെ പോലെ തന്നെ ഡെലിവറി എടുക്കുന്നതാണ്. ഈ പൊസിഷൻ അദ്ദേഹം മാസങ്ങളോ അല്ലെങ്കിൽ ആഴ്ചകളോ അല്ലെങ്കിൽ മാസങ്ങളോ കീപ്പ് ചെയ്യുന്നതാകുന്നു. ഈ നാല് വിഭാഗക്കാരുടെയും ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ വെരി ഫ്രീക്വൻ്റ് ആയിരിക്കും. അവർ ലക്ഷ്യം വെക്കുന്നത് പ്രൈസ് മൂവ്മെന്റ്സിനെ മാത്രമായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രൈസ് മൂവ്മെന്റ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വെരി ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് അവർ മൊത്തത്തിൽ ട്രേഡർ എന്ന കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാനായിട്ട് ഒരു വ്യക്തി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിനുശേഷം സ്റ്റോക്കുകൾ വാങ്ങും, എക്സ്പെൻസസ് എന്ത് ചെയ്യും, ഇൻകർ ചെയ്യും. വാടക, എംപ്ലോയീസ് എന്ന് പോലെയുള്ള എക്സ്പെൻസസ് ഇൻകർ ചെയ്യും. അതിനുശേഷം അദ്ദേഹം ആ സ്റ്റോക്ക് വിറ്റ് അതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു ട്രേഡറെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ട്രേഡറും ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഈ ക്യാപിറ്റൽ വെച്ചിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഷെയർസ് വാങ്ങുന്നതും ആ ഷെയർസ് വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതും. ഇനി ഈ പ്രോഫിറ്റുകൾക്ക് എഗൻസ്റ്റ് സെറ്റ് ഓഫ് ചെയ്യാൻ അദ്ദേഹത്തിന് ചെലവുകളുമുണ്ട്. എന്തൊക്കെയാണ് ഈ ചെലവുകളെന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു ട്രേഡർക്ക് ചെലവായിട്ട് STT പേ ചെയ്യേണ്ടി വരും, ബ്രോക്കറേജ് പേ ചെയ്യേണ്ടി വരും, സ്റ്റാമ്പ് ഡ്യൂട്ടി പേ ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ റെന്റൽ ഇൻകം, അതായത് ഏതെങ്കിലും ഒരു സ്പേസ് എടുത്തിട്ടാണ് അദ്ദേഹം ട്രേഡ് ചെയ്യുന്നതെന്ന് എങ്കിൽ, അതായത് ഒരു കോ വർക്കിംഗ് സ്പേസ് പോലെ സ്പേസ് എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ആ റെന്റൽ ഇൻകം വരും. നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ ആ സ്റ്റാഫിന് സാലറി വരും. നമ്മൾ ടെലിഫോൺ, ഇന്റർനെറ്റ് ബിൽസ് വരും. നമ്മൾ ഏതെങ്കിലും ട്രേഡിംഗ് കോഴ്സസ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോഴ്സ് ഫീ വരും. അതേപോലെ തന്നെ ജേർണൽസിന് സബ്സ്ക്രിപ്ഷൻ വരും. അതേപോലെ തന്നെ ലാപ്ടോപ്പിൻ്റെ ഡിപ്രീസിയേഷനും വരും. ട്രേഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ ഡിപ്രീസിയേഷനും വരും. അപ്പോൾ ട്രേഡിംഗ് ആയിട്ട് നേരിട്ട് ബന്ധമുള്ള എല്ലാ എക്സ്പെൻഡിച്ചേഴ്സും അദ്ദേഹത്തിന് മൈനസ് ചെയ്യാവുന്നതാണ്. ഇനി ഇങ്ങനെ മൈനസ് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റിനെ ബാക്കിയുള്ള ഇൻകത്തിൻ്റെ കൂടെ തന്നെ കൂട്ടി സ്ലാബ് റേറ്റിലാണ് നമ്മൾ ടാക്സ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ 1,00,000 രൂപ സാലറി മാസ വരുമാനം ഉണ്ടെങ്കിൽ ഒരു കൊല്ലത്തെ സാലറി എന്ന് പറഞ്ഞാൽ 12,00,000 രൂപ. ഈ 12,00,000 രൂപയോട് കൂടെ തന്നെ ട്രേഡിംഗ് ഇൻകം കൂടി കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഈ ട്രേഡിംഗ് ഇൻകവും നമ്മുടെ സാലറി ഇൻകം കൂടി ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിൽ സ്ലാബ് റേറ്റ് ടാക്സ് വരുന്നതാണ്. അതേസമയം ലോസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായതെങ്കിൽ
ആ ലോസ് സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നാണോ അതോ സാധാ നോർമൽ ബിസിനസ്സിൽ നിന്നാണോ എന്ന് നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം സ്പെക്കുലേറ്റീവ് ബിസിനസ്സിൽ നിന്നുള്ള ലോസ് ആണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മറ്റ് വരുമാനങ്ങളിലേക്ക് നമുക്കിത് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്ക് റെന്റൽ ഇൻകം ആയിട്ട് 10,00,000 രൂപ ഒരു വർഷം കിട്ടുന്നു എന്ന് കരുതുക. അതേസമയം നമ്മൾക്ക് 2,00,000 രൂപയുടെ ബിസിനസ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ് ലോസിനെ നമ്മൾക്ക് റെന്റൽ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്ത് ബാക്കിയുള്ള റെന്റൽ ഇൻകത്തിന്റെ മുകളിൽ മാത്രം ടാക്സ് നൽകിയാൽ മതി. അപ്പോൾ നോർമൽ ബിസിനസ് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ സാലറി അല്ലാത്ത മറ്റെല്ലാവിധ ഇൻകങ്ങളിലേക്കും ഇത് സെറ്റ് ഓഫ് ചെയ്യാവുന്നതും ഇത് സെറ്റ് ഓഫ് ചെയ്ത് ബാക്കിയുള്ളതിന്റെ മുകളിൽ മാത്രം ടാക്സ് നൽകിയാൽ മതി. ഇനി നമ്മൾക്കുണ്ടായ ബിസിനസ് ലോസിനെ പൂർണ്ണമായിട്ടും നമുക്ക് ഈ ഉണ്ടായ കൊല്ലത്തിൽ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത 8 വർഷങ്ങളിലേക്ക് അത് ക്യാരി ഫോർവേഡ് ചെയ്യാവുന്നതും അടുത്ത 8 വർഷങ്ങളിൽ ഉണ്ടാകുന്ന ബിസിനസ് പ്രോഫിറ്റുകളിലേക്ക് ഈ ലോസിനെ സെറ്റ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലങ്ങളിൽ ബിസിനസ് പ്രോഫിറ്റുകളിലേക്ക് മാത്രമാണ് ഈ ബിസിനസ് ലോസിനെ സെറ്റ് ചെയ്യാവുന്നത്. അതേസമയം നമുക്ക് സ്പെക്കുലേറ്റീവ് ലോസ് ആണ് ഉണ്ടായതെങ്കിൽ അത് സ്പെക്കുലേറ്റീവ് പ്രോഫിറ്റുകളിലേക്ക് മാത്രമാണ് ഉണ്ടായ കൊല്ലവും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി വരും വർഷങ്ങളിലും സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് നോർമൽ ബിസിനസ് ലോസ് 8 വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനത്ത് നമ്മൾക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ് ലോസ് 4 വർഷത്തേക്ക് മാത്രമാണ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കുണ്ടാകുന്ന ബിസിനസ് ലോസിനെ ക്യാരി ഫോർവേഡ് ചെയ്ത് മുന്നിലേക്കുള്ള വർഷങ്ങളിലേക്ക് നൽകണമെങ്കിൽ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ITR അതായത് ഇൻകം ടാക്സ് റിട്ടേൺ സമയത്ത് തന്നെ ഡ്യൂ ടൈമിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യേണ്ടതാകുന്നു. ITR ഡ്യൂ ടൈമിൽ ഫയൽ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് ബാധകമല്ല എങ്കിൽ 31 ജൂലൈ ആകുന്ന സമയം 2024-25 സാമ്പത്തിക വർഷത്തേക്ക് മാത്രം സെപ്റ്റംബർ 15 ഈ ഡേറ്റിനെ നീട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ടാക്സ് ഓഡിറ്റ് ബാധകമാണെങ്കിൽ നിങ്ങൾ 30 സെപ്റ്റംബറിനകം ടാക്സ് ഓഡിറ്റ് റിപ്പോർട്ടും 31 ഒക്ടോബറിനകത്ത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണും ഫയൽ ചെയ്യേണ്ടതാകുന്നു. ടാക്സ് ഓഡിറ്റ് ബാധകമാകുന്നത് നിങ്ങളുടെ ടേൺ ഓവറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അത് വളരെ വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ടാക്സ് ഓഡിറ്റ് എന്ന് കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്ററിന് ടാക്സേഷനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റർ എന്നും കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു.